Hello friends, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഒരു ലഞ്ചാണ് കാണിക്കുന്നത്. ലഞ്ച് മെനു. ഇതിനുമുട്ടുള്ള എല്ലാ വ്ലോഗിലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്നായിരുന്നു. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങയിട്ടൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് തൊമരപ്പരിപ്പാണ്. അതിനായിട്ട് ഞാൻ ഇത്രയും തൊമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ച് അധികം പുളിയൊന്നും വേണ്ട. പിന്നെ ഒരു സവാള, 2 പച്ചമുളക്. ഈ പച്ചമുളക് നമ്മൾ ഈ തൊമരപ്പരിപ്പിൻ്റെ അകത്ത് കീറിയിടും. മാങ്ങ അരിഞ്ഞ് ചേർക്കും. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല, ടൊമാറ്റോയും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഞാനിപ്പം പകുതി എടുത്ത് ഈ കറിക്കകത്തും ഇടും, പകുതി ഞാൻ കടു വറക്കാനും ഇടും. ആദ്യം ഞാൻ ഈ മാങ്ങയൊന്ന് ചെത്തിയെടുക്കട്ടെ. ആ ചെത്തിയെടുക്കാൻ നേരം കൊണ്ട് ഇതൊന്ന് നമുക്ക് വെള്ളത്തിൽ കൂത്തു വെക്കാം. അങ്ങനെ കുക്കറിലിട്ടിട്ട് ആ ഉള്ളിയും പച്ചമുളകും ആ മാങ്ങയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെ കുക്കറിന്റെ വിസിലിന്റെ ഇതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഇപ്പം തൊമര വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ കോവയ്ക്കാത്തോരനായിരുന്നു വെക്കുന്നത്. കോവയ്ക്കയുടെ വാലും ഞെട്ടും കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കീറി ചോപ്പറിൻ്റെ അകത്ത് ചോപ്പ് ചെയ്തെടുക്കും. കോവയ്ക്കാത്തോരന്റെ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിജീസ് കിച്ചണിൽ പോയി ഓൾ വീഡിയോയിൽ സെർച്ച് ചെയ്യുമ്പോൾ കോവയ്ക്കാത്തോരന്റെ റെസിപ്പി കിട്ടും. എന്നോട് പലരും ചോദിച്ചു ഈ ചോപ്പർ എവിടുന്നാ വാങ്ങിച്ചതെന്ന്. എനിക്ക് ഈ ചോപ്പർ ദുബായിൽ നിന്ന് കൊണ്ട് തന്നതാ. പക്ഷെ ഇത് വളരെ എനിക്ക് ഇത്തിരി യൂസ്ഫുൾ ആയി. ഈ ചോപ്പർ എനിക്ക് ജോലിയൊക്കെ വളരെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ അരിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് ഡക്കറിന്റെ കമ്പനിയായത്. ഫോൾമോന് നല്ല സുഖമില്ല. അവന് തൊണ്ടവേദനയും ചുമയൊക്കെയാ. അതുകൊണ്ട് ഞാൻ അവന് ഇച്ചിരി ഇളം ചൂടുവെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ചാൽ കൊടുക്കുന്നത്. പച്ചവെള്ളം ഈ തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഇളം ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയാം.
റെഡി ആയിട്ടുണ്ട്. ചെറുക്കൻ്റെ വേല കണ്ടോ? വീഴും മോനെ, അങ്ങനെ ചെയ്യണ്ട, വീഴും. ഇനി കളിച്ച് 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 ഇപ്പൊ അവസാനം അടിയിലാവും എന്നാ എനിക്ക് തോന്നേ. അവരവിടെ കിടന്ന് കളിക്കട്ടെ, ഞാനേ പോയി ഡാള് നോക്കട്ടെ. അത് വീഡിയോ എടുത്തോണ്ട് നിന്നാ സമയം പോയി. ഇപ്പം ഡാള് നന്നായി വെന്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇത്രയും നിങ്ങൾക്ക് വേവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരിതരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവ് ആക്കാമേ. റെഡിയായി. ഉച്ചക്കത്തെ ചോറ് റെഡിയായി. തോരനും പരിപ്പും ഞാൻ പപ്പടം ഇത് ചുട്ടെടുത്തതാ, മറത്തതല്ല. കൊച്ചുമോന് പ്രൈസമ്മോന് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക.
അതുകൊണ്ട് അവിടെ ഇരുന്ന് ഒന്ന് ഹായ് പറഞ്ഞ പ്രീസമോൻ. ചോറ് വേണ്ട, പപ്പടം തിന്നുക. ആണോ? ഓ, അങ്ങനൊന്നുമില്ല. അതുപോലെ ഞാൻ ആർക്കെങ്കിലും കമന്റ് ഇടാതെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ ഒരുമിച്ചല്ല ഈ റിപ്ലൈ തരുന്നത്. പകുതിയായിട്ട് കുറച്ച് റിപ്ലൈ ചെയ്തിട്ട് പിന്നെ അറിയും. ചിലപ്പോൾ ബൈ ചാൻസ് ഏതെങ്കിലും ഒരെണ്ണം മേളിലും താഴെയായിട്ട് പോയാൽ ചിലപ്പോൾ എനിക്ക് അത് മിസ്സായി പോവും. അത് ഞാൻ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ ഓടിച്ചു നോക്കും. ഞാൻ എല്ലാവർക്കും എന്റെ പരമാവധി ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തെന്ന എന്റെ വിശ്വാസം. ആർക്കെങ്കിലും ബൈ ചാൻസ് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ എന്നോട് ഒരു കമന്റ് ഇട്ട് ചോദിച്ച് കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോ എന്താ കൂടെ കഴിക്കാത്തേന്ന്. ഈ കൊച്ചു മോനെ സാധാരണ ഞാൻ വാരിയാ കൊടുക്കുന്നത്. വീഡിയോ എടുക്കുമ്പോ അവൻ വന്നിരുന്ന് തന്നെ കഴിക്കുന്നത്. അന്നേരം അവന്റെ ഒന്ന് നോക്കണം എനിക്ക്. അവൻ ചിലപ്പോ അങ്ങോട്ട് കൈയിടും ഇങ്ങോട്ട് കൈയിടും. അന്നേരം ഞാനോട് ഇരുന്നാ എനിക്ക് പിന്നെ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് ഇരിക്കാത്തത്. എനിക്ക് ഇന്നലെ ഞാൻ ഇച്ചിരി കോളിഫ്ലവറും ക്യാരറ്റും ഇട്ട ഒരു തോരനുണ്ട്. അത് പോടുപോനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് പിന്നെ ഞാൻ ഇന്നാളിലൊരു ഇട്ട ഒരു വെളുത്തുള്ളി അച്ചാറാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ചുമയായോണ്ട് ഞാൻ കൊടുക്കാനില്ല. ഞാൻ ഡാൾ എടുക്കുന്നില്ല, ഇത് കൂട്ടിയാ ഞാൻ കഴിക്കുന്നത്. ഈ വെളുത്തുള്ളി ഞാൻ വെള്ളം ഒഴിച്ചല്ലേ ഉണ്ടാക്കിയത്. ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഈവനിങ്ങിന് അവർക്ക് ഞാൻ പാവിൻ്റെ അകത്ത് മുട്ട ഉണ്ടാക്കി അത് വെച്ച് കൊടുക്കുക. കൊച്ചുമോൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അവനൊരു ചെറിയ പനിയുടെ ലക്ഷണമുണ്ട്. ഞാൻ ചിന്തിച്ചെന്നാ ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കാണ്.
കൊച്ചുമോൻ ഇതും വേണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവന് പനിയുടെ ലക്ഷണമാണ്. എന്തോലും പനി എങ്ങനെ വന്നാൽ പിന്നെ ഒന്നും കൈകൊണ്ട് തൊടത്തില്ല. വോമിറ്റിങ് വരുന്നെന്നും പറഞ്ഞ് അങ്ങ് പോയിട്ടുണ്ട് മുറിക്കകത്ത്. ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുക. ഇനിയൊരു പുതിയ വ്ലോഗുമായി വരുമ്പോഴേ എല്ലാവർക്കും ബൈ. ഗോഡ് ബ്ലെസ് യു.